ശ്രീ കെ പി റഹ്മത്തുള്ള വളരെ ബേസിക് ആയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളിലേക്ക് പോലും കടക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് അക്യുപങ്ക്ചർ എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിനു പിറകിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിലാണ് ശ്രീ ഷുഹൈബ് റിയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതാണ് വലിയ അപകടം. അതായത് ഓൾട്ടർനേറ്റ് മെഡിസിന് ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയുണ്ടോ എന്നൊരു ചർച്ചയ്ക്ക് പോലും വകുപ്പില്ലാണ്ടാക്കുന്ന തരത്തിൽ നടത്തുന്നത്, അക്യുപങ്ക്ചറിനെ ഒരു മുഖംമൂടിയാക്കി വെച്ചുകൊണ്ട് നടത്തുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾ പുറത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു അക്യുപങ്ക്ചറിസ്റ്റ് എങ്ങനെയാണ് സമയമാകുമ്പോൾ പോകട്ടെ എന്ന് പറയുക? ചൈനയിൽ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. ശ്രീ കെ പി റഹ്മത്തുള്ള, ഞാൻ പറയുന്നത് ഇവിടെ ഒന്നാം പ്രതി സർക്കാരാണ്. കാരണം അക്യുപങ്ക്ചർ ചികിത്സ കേരളത്തിൽ ആരംഭിച്ചിട്ട് തന്നെ 15-20 വർഷങ്ങളായി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരഭിപ്രായം പറഞ്ഞാലും അത് അതിന്റെ ഗൗരവത്തിലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രകൃതി ചികിത്സ കേരളത്തിൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും കൗൺസിലില്ല, അക്യുപങ്ക്ചറിന് കൗൺസിലില്ല, സിദ്ധവൈദ്യത്തിന് കൗൺസിലില്ല. കേരളം നേരത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന രൂപത്തിലായിരുന്നു. ഏകീകൃത മെഡിക്കൽ ബില്ല് പോലും കേരളത്തിലില്ല എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്തെ വളരെ നിസ്സാരമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരാശുപത്രി സ്ഥാപിക്കാൻ ഇവിടെ ആരുടെയും ലൈസൻസ് ആവശ്യമില്ല, അല്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെയോ വിദഗ്ധ ആരോഗ്യ പ്രവർത്തകരുടെയോ പരിശോധന പോലും ആവശ്യമില്ലാതെ പെട്ടിക്കടകൾ പോലെ കേരളത്തിൽ ആരോഗ്യരംഗത്ത് ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയുണ്ട് എന്നാണ് അപർണയുടെ ചോദ്യങ്ങളിൽ നിന്നും ഇവിടെ സംസാരിച്ചവരുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് അക്യുപങ്ക്ചർ ആണെങ്കിലും നേച്ചുറോപ്പതി ആണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഏത് വൈദ്യശാസ്ത്ര ശാഖ കേരളത്തിൽ വരുമ്പോഴും പ്രചരിക്കുമ്പോഴും അതിന് കൃത്യമായ അതിന്റെ ചികിത്സകർക്ക് മാനദണ്ഡം ഉണ്ടാക്കണം എന്നാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ അഭിപ്രായമാണെങ്കിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. 3 മാസത്തിനുള്ളിൽ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് അടിയന്തിരമായി ആരോഗ്യരംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കുട്ടികൾ ഇതുപോലെ മരണപ്പെടും എന്നത് ഒരിക്കലും അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അലോപ്പതി വൈദ്യമാകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, ആയുർവേദമാകട്ടെ, മറ്റ് ചികിത്സകളാകട്ടെ തങ്ങളുടേത് മാത്രമാണ് സത്യം എന്ന് ശഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അലോപ്പതിയിലെ അമിതമായ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുന്ന രംഗത്താണ് ആൾട്ടർനേറ്റീവ് ആരോഗ്യ രംഗത്തുള്ള പരീക്ഷണങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് അലോപ്പതി ചികിത്സ താങ്ങാവുന്നതിലപ്പുറമായിരിക്കുന്നു എന്നത് സത്യമാണ്. മരുന്നുകളുടെ കമ്മീഷൻ ആണെങ്കിലും അലോപ്പതി ആശുപത്രികളുടെ ചൂഷണമാണെങ്കിലും അതൊക്കെ കാണാതെ ഇത്തരം ഒരു ചർച്ചകളിൽ ഇരുന്നുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരുന്നില്ലാത്ത ചികിത്സയിലേക്ക് ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ചിലവുകളില്ലാത്ത മന്ത്രവാദങ്ങളിലേക്ക് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സകൾ സാമ്പത്തികമായി താഴ്ന്ന നിലവാരത്തിലുള്ളവർക്കും ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ചവർ കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാഥമികമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യരംഗത്തും ഇപ്പോഴും 1965 പാറ്റേൺ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 1000 പേർക്ക് ഒരു ഡോക്ടർ എന്നതാണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ ആശുപത്രികളിലേക്ക് എന്താണ് ആളുകൾ പോകാത്തത്? കാരണം 100, 150, 200 ആളുകൾ ക്യൂ നിൽക്കുന്നതിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ആളുകൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരോഗ്യരംഗം സുതാര്യമായിരിക്കണം എന്നാണ്. അതുകൊണ്ട് ഏത് ചികിത്സ ആർക്കും തിരഞ്ഞെടുക്കാം. പക്ഷേ ചികിത്സകർക്ക് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ, വളരെ കൃത്യമായ നിയമങ്ങൾ, കൃത്യമായ അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് കൃത്യമായ നിയമങ്ങൾ ഇല്ലാത്തതാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം. അങ്ങനെ
അങ്ങനെ അത് ഇനിയും കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാക്കുന്നില്ല എങ്കിൽ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ മരണനിരക്ക് ഉയരും. അതുപോലെ ചികിത്സ കിട്ടാതെ മരിക്കുന്ന, മഞ്ഞപ്പിത്തമാണെങ്കിലും മറ്റസുഖങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കേരളത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കണമെന്ന് സർക്കാരിന് വാശിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ അക്യൂപങ്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാ രീതികൾക്കും കൊണ്ടുവരാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം. അതുകൊണ്ട് സർക്കാരാണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം ചർച്ചയിലേക്ക്. പാനലിസ്റ്റുകൾ ദയവായി തുടരുക. ഒരു ചെറിയ ഇടവേള.